ഹായ് ഡിയേഴ്സ്, ഈ വീഡിയോ ഉണ്ടല്ലോ ആലപ്പുഴ ബോട്ട് ജെട്ടിയിൽ നിന്ന് വേമ്പനാട്ട് കായലിലേക്ക് കിട്ടിയ ഒരു അപ്രതീക്ഷിതമായ ഒരു യാത്രയുടെ വീഡിയോ ആണേ. ഞാൻ എൻ്റെ കൂട്ടുകാരുമൊത്തുള്ള ഒരു അടിപൊളി യാത്രയുടെ വീഡിയോ. വിചാരിക്കാതെ കിട്ടിയൊരു യാത്രയാണിത്. ആലപ്പുഴ ബോട്ട് ജെട്ടിയിൽ നിന്നാണ് ഒരു ഷിക്കാരി ബോട്ടിലാണ് ഞങ്ങൾ യാത്ര തുടങ്ങിയത്. വേമ്പനാട്ട് കായലിലോട്ട് എൻട്രി. കുട്ടനാടിൻ്റെ കാഴ്ചകൾ വിവരിക്കാൻ പറ്റാത്തതിലും അപ്പുറമാണല്ലോ. ചുറ്റിലും ഹൗസ് ബോട്ടുകൾ. പിന്നെ ഈ കാണുന്നതുണ്ടല്ലോ നമ്മുടെ ചാച്ചാജി ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു സ്റ്റാച്യു ഉണ്ട് ഇവിടെ. ഒരു കുഞ്ഞു ദ്വീപ് പോലെ അവിടെ നെഹ്റുവിൻ്റെ ഒരു സ്റ്റാച്യു. കുറച്ച് അങ്ങോട്ട് മാറി സായിയുടെ ഒരു പ്രൊജക്റ്റ് കാണാം. അതായത് നീന്തലൊക്കെ പഠിപ്പിക്കുന്ന സായി, അതിൻ്റെ ഒരു ബിൽഡിങ്ങൊക്കെ കുറച്ചങ്ങോട്ട് മാറിയുണ്ട്. നല്ല രസമായിരുന്നു കേട്ടോ ഈ യാത്ര. പിന്നീട് ഞാൻ ചെറുതായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കി. ബോട്ട് ഓടിക്കാൻ പറ്റും, കുട്ടനാട്ടുകാരി ആയതിൻ്റെ ഒരു ധൈര്യത്തിലും അഹങ്കാരത്തിലും ഒക്കെ കയറി പിടിച്ചതാണ്. കാരണം എൻ്റെ അച്ചാച്ചിക്ക് ഒരു ബോട്ടുണ്ട്. അതിൽ ഓടിക്കാനൊന്നും അവസരം കിട്ടിയിട്ടില്ല, എന്നാലും നോക്കി, പക്ഷേ ഫെയിലായിപ്പോയി. പിന്നീട് ഫോട്ടോഷൂട്ടിൻ്റെ അപാരതയാണ് ഈ കാണുന്നത്. കുറേ ഫോട്ടോസൊക്കെ എടുത്തു, നല്ല രസമായിരുന്നു. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കേണ്ട, അപ്പോഴത്തേക്കും ഏകദേശം ഉച്ചയ്ക്ക് സമയമായി. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കൈനഗിരി എന്ന സ്ഥലത്തെത്തി. അവിടെ ഞങ്ങൾ നോർമൽ ഫുഡാണ് കഴിച്ചത്, നാടൻ ഊണ്. സ്പെഷ്യലായിട്ട് വാങ്ങിച്ചത് മീൻ മാത്രമേ ഉള്ളൂ. അവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞിട്ട് ഫുഡ് കഴിച്ചതിന് ശേഷം ഈ പരുന്ത്, ഇത് ട്രെയിൻ ചെയ്ത പരുന്താണ്. നമുക്ക് അതിനെ വെച്ച് ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്യാം. നമ്മുടെ കയ്യിൽ തലയിലൊക്കെ അത് കയറി അനങ്ങാതിരുന്നോളും, ഉപദ്രവിക്കത്തൊന്നുമില്ല, പേടിക്കൊന്നും വേണ്ട. നമുക്ക് ഇഷ്ടാനുസരണം ഫോട്ടോസൊക്കെ എടുക്കാം. പിന്നീട് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ച് ആലപ്പുഴ ബോട്ട് ജെട്ടിയിലോട്ട് വരുമായിരുന്നു. നല്ലൊരു സൂപ്പർ യാത്രയായിരുന്നു ഇത്. എല്ലാവരും ഒരു ടൈമെങ്കിലും ഈ ഒരു യാത്ര എക്സ്പീരിയൻസ് ചെയ്യണം. ഓക്കെ, ചെറിയൊരു വീഡിയോ ആയിരുന്നു. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബൈ.